കോഴിക്കോടുള്ള തന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുള്ളൂ, സെറ്റിൽ നിന്ന് പോയി കഴിക്കുള്ളൂ എന്നുള്ള വ്യാജ പ്രചരണം വരെ ബാദുഷ നടത്തിയിട്ടുണ്ട്. അതെ അതെ, ഫിലിം ഫീൽഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പേഴ്സണൽ ഗ്രഡ്സ് ആണ് അവിടെ വെച്ചോണ്ടിരിക്കുന്നത്. സുഹൃത്തിനെ എനിമിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ സുഹൃത്തിന് കടം കൊടുത്താൽ മതി എന്നുള്ളത് ചോദിച്ചതിന്റെ പേരിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം മധുരക്കണക്ക് എന്ന് പറഞ്ഞൊരു മൂവിയുടെ പ്രസ് മീറ്റിംഗിന്റെ ഇടയ്ക്ക് നടൻ ഹരീഷ് കണാറിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാദുഷയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ബാദുഷയ്ക്ക് ആളൊരു 20 ലക്ഷത്തിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ ആളുടെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അതായത് ആൾക്ക് ARMൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആ ഒരു അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ അവസരങ്ങൾ ആൾക്ക് നഷ്ടപ്പെട്ടു. ടൊവിനോനെ നേരിട്ട് കാണുമ്പോഴാണ് ടൊവിനോ ആണ് ആളോട് ചോദിക്കുന്നത്, ചേട്ടൻ എന്തുകൊണ്ടാ വരാത്തത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കുശലം ചോദിക്കുന്നതിന്റെ കൂടെ ചോദിച്ചതാണ്. അപ്പോഴാണ് അറിയുന്നത് ആള് കള്ളം പറഞ്ഞിരുന്നു, ബാദുഷ കള്ളം പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ കള്ളം? വരാൻ സാധിക്കില്ല എന്നെന്തോ മറ്റൊരു കള്ളം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ഒരു അവസരം നഷ്ടമാവുന്നത്. ഇത് അറിഞ്ഞിരുന്നില്ല ആള്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് 20 lakhs അടുത്താണ് കൊടുത്തത്. ആളിത് അമ്മ സംഘടനയിലും ഈ ഒരു പരാതിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആള് നേരത്തെയും ഈ ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് ആള് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബാദുഷ എന്നൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഫിലിമിന്റെ പ്രസ് മീറ്റിംഗിന് വന്നപ്പോഴാണ് ആൾ ആ പേര് റിവീല് ചെയ്യുന്നത്. അതുവരെ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം എന്തോ ആയി ആൾ ഈ പൈസ കൊടുത്തിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീട് പണിയുടെ എന്തോ ആവശ്യം വന്നപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോഴാണ് ബാദുഷ ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ചതെന്നാണ് പൊതുവെ ഉള്ള റിപ്പോർട്ട്സിലും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് ആക്ച്വലി ഫിലിം ഫീൽഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പേഴ്സണൽ ഗ്രഡ്സ് ആണ് അവിടെ വെച്ചോണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രസ് മീറ്റിൽ നീലു ഉണ്ടല്ലോ, നമ്മുടെ ഉപ്പുമുളകിലെ നിഷ സാരംഗ്, ആ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ടായി, നിങ്ങൾക്കൊരു സുഹൃത്തിനെ എനിമിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ സുഹൃത്തിന് കടം കൊടുത്താൽ മതി എന്നുള്ളത്. അതൊരു പരിധിവരെ സത്യമാണ്. ഒരുപാട് പേര് കടം കൊടുത്തിട്ടാണ് നമ്മുടെ ശത്രുക്കളായിട്ടുള്ളത്. കാരണം തിരിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോ അവർക്ക് ഹേർട്ടായേക്കാം, അവർക്ക് കൊടുക്കാൻ സാവകാശം ലൈക്ക് അത് 2 വശത്തും 2 സാഹചര്യമായിരിക്കും. അപ്പൊ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരാളെ നിപ്പുണ്ടാവാം, മറ്റേ ആള് അവർക്ക് ആവശ്യം ഉണ്ടാവും, കൊടുത്ത പണം തിരികെ വേണമെന്നുള്ളത് അവരുടെ റൈറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഇപ്പൊ ശത്രുത ഉണ്ടാവുകയാണ് 2 സുഹൃത്തുക്കൾ തമ്മിൽ. ഇവിടെ ഇപ്പോ തിരിച്ച് കൊടുക്കാത്തതിന്റെ പേരില് ചോദിച്ചതിന്റെ പേരിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഹരീഷ് കണാറിന്റെ കാര്യത്തില് ഫുഡ് കോഴിക്കോടുള്ള തന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുള്ളൂ, സെറ്റിൽ നിന്ന് പോയി കഴിക്കുള്ളൂ എന്നുള്ള വ്യാജ പ്രചരണം വരെ ബാദുഷ നടത്തിയിട്ടുണ്ട്. അതെ അതെ, ഇഷ്ടംപോലെ ആൾക്കെതിരെ മോശമായിട്ടുള്ള അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആളുടെ കുറെ നെഗറ്റീവ്സ് ഒക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഒരാളുടെ കൊടുത്ത പൈസയാണ് തിരിച്ചു ചോദിച്ചത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അത് നമ്മൾ കടം ചോദിക്കുന്നതല്ല, കൊടുത്ത പൈസ തിരിച്ച് മേടിക്കാൻ ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അതിന്റെ പേരിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അവിടെ വെച്ച് പുലർത്തിയിട്ട് ഒരാളുടെ അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. ഇത് ഫിലിം ഫീൽഡിലും എല്ലാ ഇതിലും തന്നെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇടയിലായാലും നമ്മളെ ചോദിക്കുമ്പോൾ സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് വലയങ്ങളുടെ ഇടയിൽ തന്നെ നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പരത്തുന്നുണ്ടാവും അല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മറ്റൊരാൾക്ക്, നമ്മളിപ്പോൾ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ചു എന്ന് നമുക്ക് പറയുന്ന പോലെയാണ് ഈ പൈസ കടം കൊടുക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കടം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചിലവർക്ക് തിരിച്ച് ചോദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരുണ്ടാവും. മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറെ പേരുടെ പൈസ പോകുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ പക്ഷെ ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ആൾക്കാർ ശത്രുക്കളാവാണ്. ഇപ്പൊ സർക്കിട്ട് മൂവി കണ്ടിട്ടുണ്ടോ? ആസിഫ് അലിയുടെ സർക്കിട്ട് മൂവിയിൽ ആസിഫ് അലി കൂട്ടുകാരനോടായിട്ട് കടം ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എടാ ഞാൻ പൈസ തരില്ല, പൈസ മാത്രമേ ഞാൻ കടം കൊടുക്കില്ല ആർക്കും, അത് കടം കൊടുത്തവരൊക്കെ എന്റെ ശത്രുക്കളാണ് ഇപ്പോ. അത് ഒരു സത്യമായിട്ടൊരു കാര്യമാണ്. പക്ഷെ ആസിഫ് അലി ഇപ്പൊ ഫിലോസഫി കേൾക്കാനുള്ള ഇതിലെല്ലാം നമ്മുടെ ദേഷ്യത്തിൽ പോവാണ് ചെയ്യുന്നത്. അവിടെ വേറൊരു സാഹചര്യം, ആസിഫ് അലിക്ക് അവിടെ ഒരു ജോലി അപ്പൊ അത്യാവശ്യമാണ്, അപ്പൊ പൈസ കെട്ടിവെച്ചേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആസിഫ് അലിയുടെ സാഹചര്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്നാൽ ഇയാള് പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ട്. അതൊരു ന്യായമുള്ള, എനിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ നമ്മൾ എപ്പോഴും അവരെ ശത്രുക്കളായിട്ടേ ഉള്ളൂ. ചോദിക്കുമ്പോൾ ഉള്ളൊരു അവർക്ക് ഹേർട്ട് ആവും, ചിലപ്പോ അവരുടെ കയ്യിലില്ലാത്തപ്പോ അവരുടെ ഈഗോ ഹേർട്ട് ആവും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ചോദിക്കുക എന്നതും നമ്മുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. അത് ഇപ്പൊ നമ്മള് ചോദിച്ചെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ല, ഇത്തിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഉണ്ടാവുന്ന ഒരു ഇത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഒരു ബന്ധം നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം തിരിച്ച് ചോദിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഓരോ വൈരാഗ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും. സോ കടം കൊടുക്കുമ്പോൾ എന്താ പറയാ, വേണോ കടം കൊടുക്കണോന്ന് ഇഷ്ടമുള്ളവർ കൊടുക്കട്ടെ. ഇതിലിപ്പോ നമുക്ക് വലിയ അഭിപ്രായം പറയാൻ പറ്റില്ല ഈ ഒരു ഇഷ്യൂല്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് പണം. ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ കടം ചോദിക്കാനാണല്ലോ അത്. പക്ഷെ തിരിച്ച് കൊടുക്കുക പറ്റുന്ന ഉള്ളപ്പോ, കാരണം നമ്മുടെ വിശ്വാസത അവിടെ നഷ്ടപ്പെടുവാണ്. കാരണം നമ്മളിപ്പോ ഒരു ആവശ്യം വരുമ്പോ ആളുടെ അടുത്ത് തന്നെ ചെല്ലാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളിപ്പോ കടം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നാളെ വീണ്ടും ആളെടുത്ത് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും. അതെ അതെ, നമ്മുടെ ട്രസ്റ്റ് നമ്മള് നഷ്ടപ്പെടുത്താതിരിക്കുക ഒരാളുടെ അടുത്തും. അവന് കൊടുത്താലും നാളെ അവൻ തിരിച്ചു തരും. അവനോട് ചോദിക്കാണ്ട് അവനെ തിരിച്ചു തന്നോളും എന്നുള്ള രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മാക്സിമം ഒരാളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം.